കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം എന്നിൽ നിന്ന് അകന്നു മാറി കുനിഞ്ഞു പോയ എൻ്റെ മുഖം പിടിച്ചുയർത്തി. എന്നോ എന്നിൽ മുട്ടിയിട്ട പ്രണയം മനസ്സിൽ പൂത്തുലഞ്ഞ് സുഗന്ധം പരത്തി. അമ്മക്ക് നല്ലൊരു മരുമോളെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ണിൽ കുസൃതി നിറച്ച് എന്നെ നോക്കിയൊരു ആത്മകഥം പോലെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങേരെയൊന്ന് കൂർപ്പിച്ച് നോക്കിയ ശേഷം മുന്നോട്ട് നടന്നു നീങ്ങി. എന്നിട്ട് തിരിഞ്ഞെന്ന് കുറച്ച് പുച്ഛം വാരി വിതറി. പക്ഷെ മനസ്സിലൊരു ശിങ്കാരി മേളം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഭൂമിയിലല്ല നിൽക്കുന്നതെന്ന് തോന്നിപ്പോയി. എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞപ്പോൾ അങ്ങേരുടെ നെഞ്ചെന്ന് നീറിയെന്നത് എന്നെ പുളകം കൊള്ളിച്ച്. അത്രയും നേരം പിടിച്ചു നിർത്തിയ സകല ലവ് ബേഡ്സിനെയും ഞാൻ പറത്തിവിട്ട് അങ്ങേരെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ കുടിലല്ല കൊട്ടാരം കെട്ടി പാർപ്പിച്ചു. വീട്ടിൽ പോയി ബെഡിലേക്കൊരു വീഴ്ചയായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. അതിനങ്ങേരനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. നിമിഷ നേരം കൊണ്ട് മനസ്സിൽ വീണ മഞ്ഞുകട്ടകളൊക്കെ കരിഞ്ഞു പോയി. ശരിയാണ്, അങ്ങേരനെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല. ഇഷ്ടപ്പെടാൻ മാത്രം ഒന്നും എന്നിലില്ല. ഞാൻ അങ്ങേരുടെ അത്ര നിറമില്ല, പറയാൻ മാത്രം വിദ്യാഭ്യാസമില്ല. പേരിനൊരു ഡിഗ്രി, അതൊരു പ്രൈവറ്റ് കോളേജ്. പോലീസുകാർക്ക് പല ടൈം പാസ് ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതുപോലെ ഒന്നാ അങ്ങേർക്ക് ഞാൻ. കണ്ടിട്ട് അത്രക്കാരൻ തോന്നില്ല. പക്ഷെ പറയാൻ പറ്റൂല. ഇനി ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കണമായിരുന്നു. എങ്ങനെയാ ഇപ്പം ഇതൊന്നും അറിയാം? നേരിട്ട് പോയി ചോദിച്ച അങ്ങേര് കളിയാക്കിയാലോ? അത് വേണ്ട. ഉള്ള സമാധാനം പോയി. തിരിഞ്ഞു മറിഞ്ഞും കിടന്നല്ലാതെ നിദ്രാദേവി എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ജനലും തുറന്നിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. വീടിന്റെ സിറ്റ് ഔട്ട് കാണാം. മോളിലെ പൂജാരിയുടെ റൂമിന്റെ ഒരു ഭാഗവും കാണാം. പക്ഷെ അവിടെ ജനലൊന്നുമില്ല. കാണണമെങ്കിൽ അങ്ങേര് പുറത്തിറങ്ങി നിൽക്കണം, ബാൽക്കണിയിൽ. ഉറങ്ങാത്തതുകൊണ്ട് പിന്നെ ഉണരേണ്ടി വന്നില്ല. കോളേജിൽ പോകാൻ ഇറങ്ങാൻ നേരത്ത് ഞാൻ കുറച്ച് ഉറക്കെ പോവാന്ന് വിളിച്ചു പറഞ്ഞ അമ്മയോട്. ഉദ്ദേശം ദുരുദ്ദേശം തന്നെയാണ്, അങ്ങേര് കേൾക്കണം. വഴിയിലെത്തിയപ്പോഴേ വണ്ടി സ്റ്റാർട്ടാക്കുന്ന സൗണ്ട് ഞാൻ കേട്ടു. എൻ്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടപ്പോഴും ഞാൻ വലിയ മൈൻഡ് കൊടുത്തില്ല. മനസ്സിലുള്ളത് എന്താണെന്ന് ക്ലിയർ ആയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെയിറ്റ് ഇരിക്കട്ടെ. വാ കയറി, ഞാൻ കൊണ്ടാക്കാം. എന്തിന്? അല്ല, നീ വെറുതെ ബസ്സിലൊക്കെ കയറി ബുദ്ധിമുട്ടുണ്ടല്ലോ. ഒരവിഞ്ഞ ചിരിയുണ്ട് മുഖത്ത്. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വലിയ ജാടിയിടാതെ കയറി വേണേ. ഞാനില്ല. അതെന്താ? ആരെയും കണ്ടാ പിന്നെ അത് മതി. ആര് കാണാൻ? ആരെയും കണ്ടോട്ടെ. ചിരിച്ചോണ്ടാണ് നിൽപ്പ്. ഞാൻ മുഖം വീർപ്പിച്ച് നിന്നു. അതെ, ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കനാന്ന്. കണ്ണിലൊരു കുസൃതി ഒളിപ്പിച്ചുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ എൻ്റെ ഓരോ രോമങ്ങൾക്കിടയിലും നാണം വന്ന് നിറഞ്ഞു. ഞാൻ മേലെ കണ്ണുയർത്തി നോക്കിയപ്പോൾ എന്നെ നോക്കി സൈറ്റ് അടിച്ച് കാണിച്ചു. ഞാൻ പോട്ടെ? വാ, ഞാൻ കൊണ്ടാക്കാം. അയ്യടാ വേണ്ട, ഞാൻ നടന്നോളാം. വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോയി. വാടിക്കൊഴിഞ്ഞ പൂക്കളെല്ലാം വീണ്ടും പൂത്തിളഞ്ഞു. ഇന്നലെ പിന്നെ കണ്ടതേയില്ല. രാത്രി അങ്ങേരി വരുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. അതുകൊണ്ട് പോയി നോക്കാൻ പറ്റിയില്ല. രാവിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടു. പക്ഷെ കറക്റ്റ് സമയത്ത് എൻ്റെ ബസ് വന്നു. അതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. വൈകിട്ട് വീട്ടിലേക്ക് നടക്കുമ്പോഴും എൻ്റെ കണ്ണുകൾ അങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ കണ്ടില്ല. വീട്ടിൽ ബൈക്കും ഇല്ല. രാത്രിയായിട്ടും പുള്ളിക്കാരൻ വന്നില്ല. സാധാരണ ഇത്ര ലേറ്റ് ആവാറില്ല. രാവിലെ ആയിട്ടും അങ്ങനെ കാണാത്തത് എവിടുന്ന് ഒരു ഭയം വന്നെന്നെ പൊതിഞ്ഞു. ഇന്നിനി ക്ലാസ്സിൽ പോയാൽ ശരിയാവില്ല. ഇന്ന് പോയാൽ പിന്നെ ആ തിരുമോന്ത കാണി പിന്നെ നാളെ രാവിലെ ആവണം. അമ്മയോട് ഗുസ്തി പിടിക്കേണ്ടി വന്നെങ്കിൽ അവസാനം ഞാൻ തന്നെ ജയിച്ചു. വരവ് ലൈവായി കാണാൻ വേണ്ടി ഞാൻ രാവിലെ തന്നെ ആൻറ്റിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പുള്ളിക്കാർക്കും അറിയില്ല അങ്ങേരുന്നില്ല എന്താ വരാത്തതെന്ന്. വരൂല എന്ന് രാത്രി വിളിച്ചു പറഞ്ഞു പോലും. പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞില്ല എന്ന്. വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. ഞങ്ങൾ അവിടെ നിന്ന് കുറേ സംസാരിച്ച്. പെട്ടെന്ന് ബുള്ളറ്റിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇറങ്ങി ഓടാൻ തോന്നി. പിന്നെ ആൻറ്റി അടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്ത് അവിടെ തന്നെ ഇരുന്നു. ആൻറ്റി ഉമ്മറത്തേക്ക് നടന്നപ്പോൾ പിന്നാലെ ഞാനും നടന്നു. പക്ഷെ ആൻറ്റിക്ക് മുമ്പ് എൻ്റെ കണ്ണുകൾ അവിടെ എത്തി. മുമ്പേ പോയ കണ്ണ് മുന്നിലെ കാഴ്ച കണ്ട് തള്ളിങ്ങ് പുറത്തോട്ട് പോരാൻ തക്ക മുന്തി നിന്നു. പൂജാരി അപ്സരസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരുത്തിയും കൊണ്ട് എന്തോ അപരാധം ചെയ്ത പോലെ നിൽക്കുന്നു. കണ്ണിൻ്റെ മാത്രമല്ല, എൻ്റെ സകല ഫ്യൂസും അടിച്ചു പോയി.